ഹായ് ഇറ്റ്സ് മീ സെറ്റ്ലാക്സ് സുരേഷ്. അപ്പോൾ ഈ വെഡിങ് ഗൗണിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ആര്യ വർക്കിൻ്റെ, അതായത് നമ്മൾ വെയിലിനകത്ത് ഈ ഡേറ്റും നെയിമും കൂടെ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ നെയിം അനുന്നും അതേപോലെ തന്നെ ഗ്രൂമിൻ്റെ പേര് ബിബിന്നുമാണ്. അപ്പം എ ആൻഡ് ബി ആഡ് ചെയ്തിട്ട് അവരുടെ വെഡ്ഡിങ് ഡേറ്റ് ആയിട്ടുള്ള 25/1/2025 ഇതും കൂടെ ആഡ് ചെയ്ത് നമ്മളൊരു ഡിസൈൻ നമ്മൾ കൺഫേം ചെയ്തിട്ട് അത് നമ്മുടെ വെയിലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെയിലിലോട്ട് ആദ്യം ഞാൻ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതേപോലെ സ്റ്റിച്ചസ് കൊടുക്കുകയാണ്. കാരണം നെറ്റ് ആയതുകൊണ്ട് അതിനകത്ത് നമ്മുടെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ മാഞ്ഞു പോകും. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രെയിം കൊണ്ടുവന്ന് വെച്ചിട്ട് ആര്യ വർക്ക് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ച ശേഷം ക്ലിപ്പുകൾ ഇനി ഇടണം. ഇതിനകത്ത് ആര്യ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ ക്ലിപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് അത് കറക്റ്റായിട്ട് വെച്ച ശേഷം വേണം ക്ലിപ്പ് ഇടാൻ. പിന്നെ നല്ല ടൈറ്റ് ആയിരിക്കണം. ഒരുപാട് ടൈറ്റ് ആക്കിയില്ലെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മെഷും കൂടിയാണ്, കുറച്ച് കഴിയുമ്പോൾ ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ, പ്രത്യേകിച്ച് നമ്മൾ ഇതേപോലെ ലെറ്ററും കാര്യങ്ങളും അതേപോലെ തന്നെ ഡേറ്റും ഒക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ചേഞ്ച് ആവും. ജസ്റ്റ് ഫ്ലവറൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഡേറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ലെറ്റേഴ്സൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി ഞാനിത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. സിൽവർ കളർ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഒരു ലെയറാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത്. 2-3 ലെയറായിട്ട് കൊടുക്കുന്നുണ്ട്. എങ്കിലാണ് നമ്മൾ ഇത്രയും വലിയൊരു വെയിൽ, അതായത് നമ്മളിങ്ങനെ ടെയിലായിട്ട് നീണ്ടു നൂർന്ന് കിടക്കുകയല്ലേ, അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്നെസ്സിൽ കൊടുത്താലേ അറിയത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒറ്റ ലെയറേ കൊടുത്തുള്ളൂ. ഇതിനകത്തോട്ട് നമ്മൾ 2-3 ലെയറും കൂടെ ആഡ് ചെയ്താലാണ് അതിൻ്റെ ആ ഒരു ഭംഗി എടുത്തറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ സിൽവർ മാത്രം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് മനസ്സിലാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിൽവറിൻ്റെ ആദ്യം ഒരു ലെയർ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു ലെയറും കൂടെ ആഡ് ചെയ്യണം. 1-2 ലെയറും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, എ ആൻഡ് ബി എന്നുള്ളത് ആ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് ഒരു ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കട്ട് ബീഡ്സിൻ്റെ സൈസ് അനുസരിച്ചും അതേപോലെ നമ്മുടെ ഡിസൈൻ്റെ സൈസ് അനുസരിച്ചും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ ഈ കട്ട് ബീഡ്സ് വെച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഡേറ്റും കൂടി ആയതുകൊണ്ട് ആ ഡേറ്റ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പാടായിരുന്നു. ഞാനും കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും എങ്ങനെയൊക്കെയോ സെറ്റാക്കി കറക്റ്റ് ഒരേ സൈസിൽ. കാരണം നമ്മൾ ഒരു ഷേപ്പും വേറൊരു ഷേപ്പും ആയി കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് പാടുപെട്ടു. അതിനുശേഷം ഈ കാണുന്ന ഈ ഒരു ലെയർ സിൽവർ കട്ട് ബീഡ്സ് വെച്ചത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനോട് തൊട്ടടുത്ത് കണ്ടു ഇതേപോലെ വൈറ്റ് കളർ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ വൈറ്റും സിൽവർ പിന്നെ ഒരു സിൽവർ കളർ, അങ്ങനെ സെൻറ്റർ പോർഷനിലാണ് ഈ വൈറ്റ് വരുന്നത്. അങ്ങനെ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, അതായത് കളർ ഡിഫറൻസ് കണ്ടോ. ഒരെണ്ണം സിൽവർ കളറും ഒരെണ്ണം വൈറ്റ് കളറുമാണ് എടുത്തേക്കുന്നത്. ഈ വൈറ്റിൻ്റെ ഇപ്പുറത്ത് ഇനി ഒരു സിൽവറും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇത് ശരിക്കും നല്ല രീതിയിൽ അറിയത്തുള്ളൂ. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു പേപ്പറിനകത്ത് ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഗൗണിൻ്റെ ബാക്കി മെറ്റീരിയലിനകത്താണ് ഞാനിപ്പോൾ, അത് സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്, അതിലാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. പല സൈസിലുള്ള പല ഡിസൈനിലുള്ള കുറച്ച് ഫ്ലവേഴ്സ്, അതായത് പല ഇതളുകൾ നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ. അപ്പോൾ അത് പല സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ട് അത് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊടുത്തു. അതായത് എയുടെയും ബിയുടെയും ആ ഒരു ഡിസൈൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും നിങ്ങൾക്ക് വെയിലിൻ്റെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ഫ്ലവേഴ്സ് കൊടുത്തു. ഇതിനിടയ്ക്ക് ബീഡ്സും കട്ട് ബീഡ്സൊക്കെ സ്പ്രെഡ് ചെയ്തും കൊടുത്തു. കാരണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും മനസ്സിലാവുന്നത്. കണ്ടോ, ഇതേപോലെ ഇത്ര വലിപ്പത്തിലാണ് കിടക്കുന്നത്. എങ്കിൽ ഇത്ര നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് ഈ വെയിലിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് നടന്നു പോകുമ്പം ഈ വെയിലിങ്ങനെ വൃത്തിയായിട്ട് മനസ്സിലാവത്തുള്ളൂ. വെയിലിങ്ങനെ ലെറ്റേഴ്സ് എഴുതിയെന്നുള്ളത് ചെറുതായി കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ കസ്റ്റമറിന് നല്ല വലിപ്പത്തിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഞാൻ അത് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി, ഞാനും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഡ്രസ്സ് ഫുള്ളായിട്ടുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെയിലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.